പ്ലസ് ടു കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ചാപ്റ്ററാണ്. അത് ഭയങ്കര സിമ്പിൾ ഒരു ചാപ്റ്ററാണ്, എന്നാൽ നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അത് നമ്മുടെ D&F ബ്ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ആദ്യം ഒരു ഐഡിയ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തരാൻ പോകുന്നത്. സോ D&F ബ്ലോക്ക്. അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളുടെ പറയാനുള്ളത്, ഇഷ്ടംപോലെ സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മാക്സിമം മാർക്ക്, ആരും പാസ്സാവണം, ഡബിൾ പാസ് ആവണം എന്ന് ആലോചിച്ചിരിക്കരുത്. മാക്സിമം മാർക്ക് മേടിക്കുക, അതായത് A+ തന്നെ മേടിക്കുക. 50-ൽ കൂടുതൽ, 60-നോട് അടുത്ത് മാർക്ക് മേടിക്കണം എല്ലാവരും. ആ ഒരു മൈൻഡോടെ തന്നെ പഠിക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾ ഇനി പഠിച്ച് തുടങ്ങിയാൽ മതി. ആ വീഡിയോസൊക്കെ കണ്ട് ഇതൊക്കെ ക്ലിയർ ആക്കി പഠിച്ച് പോവുക, വേറെ ഒരു കാര്യമില്ല. അപ്പോൾ D&F ബ്ലോക്ക്. അപ്പോൾ D&F ബ്ലോക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാം നോട്ട്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ നോട്ട്സ് എന്തെന്ന് ചോദിക്കേണ്ട, നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ട്സും പ്രിൻ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് പഠിക്കുക, ഇന്ന കാര്യങ്ങൾ നോക്കുക, അതിനനുസരിച്ചുള്ള നോട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ. D&F ബ്ലോക്കിൽ ആദ്യം D ബ്ലോക്ക്. D ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്, മെയിനായിട്ടും പഠിക്കേണ്ടത്, ഒന്ന്, D ബ്ലോക്കിൽ നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഒന്ന് KMnO4, രണ്ടാമത്തത് K2Cr2O7. ഈ രണ്ടാൾക്കാരുടെയും പ്രിപ്പറേഷൻ, KMnO4ഉം K2Cr2O7 രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ. KMnO4 എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? KMnO4 പ്രിപ്പയർ ചെയ്യുന്ന പൈറോലുസൈറ്റിൽ നിന്നാണ്. MnO2 അറിയാമായിരിക്കും. KMnO4 പ്രിപ്പയർ ചെയ്യുന്ന പൈറോലുസൈറ്റ്. പൈറോലുസൈറ്റിനെ വിളിക്കുന്ന പേര് MnO2 എന്നാണ്. പഠിച്ചതാണ്. MnO2 KOH റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ K2MnO4 ആവും. K2MnO4നെ ചൂടാക്കുമ്പോഴത്തേക്ക് KMnO4 ആവും. നമ്മളത് പഠിച്ചതാണ്. രണ്ടാമത്തത് K2Cr2O7 ആണ്. K2Cr2O7 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ക്രോമൈറ്റ് ഓറിൻ്റെ ഫോമിൽ അറിയാവോ? FeCr2O4. ക്രോമൈറ്റ് FeCr2O4 എടുക്കുന്നു, Na2CO3 ആഡ് ചെയ്യുന്നു. അപ്പോൾ Na2CrO4 ആവും. Na2CrO4നെ ചൂടാക്കുമ്പോൾ Na2Cr2O7 ആവും. Na2Cr2O7 പിന്നെ KCl-യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ K2Cr2O7 ആവും. പ്രിപ്പറേഷൻ മസ്റ്റായിട്ടും പഠിക്കണം. ഏതെങ്കിലും ഒന്നിൻ്റെ മീൻസ് ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്ന, രണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. KMnO4ഉം K2Cr2O7. ഇനി ഈ KMnO4ൻ്റെ 2 സ്ട്രക്ചർ ഉണ്ട്, മാംഗനേറ്റും പെർമാംഗനേറ്റും അല്ലേ? MnO4 മൈനസിൻ്റെയും MnO4 2 മൈനസിൻ്റെയും. MnO4 മൈനസിൻ്റെ സ്ട്രക്ചറും MnO4 മൈനസിൻ്റെ സ്ട്രക്ചറും MnO4 2 മൈനസിൻ്റെ സ്ട്രക്ചറും, ഈ രണ്ടിൻ്റെയും മാംഗനേറ്റും പെർമാംഗനേറ്റും രണ്ടിൻ്റെയും സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കണം. മസ്റ്റാണ്, 100% ഷുവറാണ്. പിന്നെ ക്രോമൈറ്റോർ K2Cr2O7 2 സ്ട്രക്ചർ, മാംഗനേറ്റും പെർമാംഗനേറ്റും പറഞ്ഞത് ക്രോമേറ്റും ഡൈക്രോമേറ്റും. ക്രോമേറ്റ് ആകുമ്പോൾ CrO4 അല്ലേ? CrO4 2 മൈനസും ദെൻ Cr2O7 2 മൈനസ്. ക്രോമേറ്റും ഡൈക്രോമേറ്റും, മാംഗനേറ്റും പെർമാംഗനേറ്റും സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് KMnO4ൻ്റെ മാത്രം ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഒരു 2-3 എണ്ണം സ്ഥിരം ചോദിക്കുന്നത്. KMnO4ൻ്റെ 2-3 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇതാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. KMnO4 എന്താണ്, K2Cr2O7 എന്താണ്, അതിൻ്റെ പ്രിപ്പറേഷൻ. ഞാൻ പ്രിപ്പറേഷൻ റഫായിട്ട് പറഞ്ഞു, നമ്മുടെ നോട്ട്സിനകത്ത് ഇതെല്ലാം അവൈലബിൾ ആണ്. KMnO4 പ്രിപ്പയർ ചെയ്യുന്ന പൈറോലുസൈറ്റിൽ നിന്നാണ്. K2Cr2O7 ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. പിന്നെ അതിന് തന്നെ KMnO4ൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഈ 2 സ്ട്രക്ചർ, മാംഗനേറ്റ് പെർമാംഗനേറ്റ്, ക്രോമേറ്റ് ഡൈക്രോമേറ്റ്. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മുടെ D ബ്ലോക്ക് എലമെൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. D ബ്ലോക്ക് എലമെൻസിൻ്റെ ആ പ്രോപ്പർട്ടീസ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്ന്, കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന കാര്യം അല്ലേ? D ബ്ലോക്ക് എലമെൻസിനെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതിന് റീസൺ എന്ത് കാണിക്കാൻ പറ്റും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. പിന്നെന്താ? ലാർജ് സർഫസ് ഏരിയ ആണ്. ഈ 2 റീസണും കൊണ്ടാണ് ലാർജ് സർഫസ് ഏരിയ. ഈ 2 റീസണും കൊണ്ടാണ് ഇവരെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. 2, D ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? NSനും N-1Dക്കും എന്താണ്? അപ്രോക്സിമേറ്റ് സെയിം എനർജിയാണ്. മൂന്നാമത്തത്, D ബ്ലോക്ക് എലമെൻറ്റ്സ് കളർ കാണിക്കും. എന്താ കളറിന് കാരണം? DD ട്രാൻസിഷൻ കളർ കാണിക്കും. DD ട്രാൻസിഷൻ കാണിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതായത് നമുക്കൊരു കോമ്പൗണ്ട് വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ടൈറ്റാനിയം 2+ കളർ കാണിക്കുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും.
ടൈറ്റാനിയം 2+ കളർ കാണിക്കൂ. അപ്പോൾ നമ്മൾ ടൈറ്റാനിയം കളർ കാണിക്കുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22, ആർഗൺ 18 അല്ലേ, ഇങ്ങനെ എഴുതുന്ന 4s2 3d. ഇത് 18, 18, 2, 20, ബാക്കി 2 എണ്ണം ഇവിടെ. 2+ ആകുമ്പോൾ 2 എണ്ണം പോകണം. എവിടെ നിന്നാണ് പോകുന്നത്? SCന്ന് വേണം, 4 നിന്ന് വേണം ആദ്യം പോകാൻ. 2 എണ്ണം പോയി, ബാക്കി 3Dയിൽ 2 എണ്ണം. Dയിൽ 5 പെട്ടിയുണ്ട്, അതിൽ 2 എണ്ണം. ഇതാ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് കാണിക്കും? കളർ കാണിക്കും. അപ്പോൾ ടൈറ്റാനിയം 2+ കളർ കാണിക്കും. അപ്പോൾ ഒരാളെ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരാളെ തന്നിട്ട് കളർ കാണിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾ എടുത്തിട്ട് അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതി ഇലക്ട്രോൺസിനെ എല്ലാം കളഞ്ഞതിന് ശേഷം അതിന് Dയിൽ 5 പെട്ടിയുണ്ട്, അത് വരച്ച് ഓരോന്ന് വെച്ച് ഇലക്ട്രോണെ കൊടുത്ത് പെയർ ചെയ്തതിന് ശേഷം, ഉണ്ടെങ്കിൽ പെയറൊക്കെ ചെയ്തതിന് ശേഷം, ഒറ്റയ്ക്ക് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കളർ കാണിക്കും, ഒറ്റയ്ക്ക് ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ കളർ കാണിക്കില്ല. അപ്പോൾ കളർ കാണിക്കും ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതാ സിങ്ക് 2+, കളർ കാണിക്കുമോ? സിങ്ക് 30, ആർഗൺ 18, 4s2 3d10, 18, 2, 20, 10, 30. സിങ്ക് 2+, 2 എണ്ണം പോണതാ. 4sന്ന് 2 എണ്ണം പോയി, എന്നിട്ട് 4ന്ന് പോയിട്ട് 3ന്ന് പോവും. 2 എണ്ണമേ പോകാനുള്ളൂ. അപ്പോൾ 2 എണ്ണം പോയി. 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് 2 എണ്ണം ഇവിടുന്ന് 1 എണ്ണം പോയാൽ. Dയിൽ 5 പെട്ടി, 10 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാവരും പെയറായിട്ടിരിക്കുക, കളറില്ല. ഒറ്റയ്ക്ക് നിന്നാലേ കളറുള്ളൂ. ഓക്കെ. നാലാമത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഡി ബ്ലോക്ക് എലമെന്റ്സ് 2 ടൈപ്പ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. പാരാമാഗ്നറ്റിക്, ദെൻ ഡയാമാഗ്നറ്റിക്. അൺപെയർഡ് ആണെങ്കിൽ, അതായത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. എല്ലാവരും പെയർഡ് ആണെങ്കിൽ അവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 0. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് √n × n+2 ബോർ മാഗ്നറ്റോ, BM. BM മീൻസ് ബോർ മാഗ്നറ്റോ. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡി ബ്ലോക്ക് എലമെന്റ്സ് 2 എണ്ണം ഉണ്ട്, പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. 2 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അൺപെയർഡ്, ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇത് കണക്ക് എല്ലാം കളഞ്ഞിട്ട് ഡിയുടെ പെട്ടിയൊക്കെ വരച്ച് 5 പെട്ടിയൊക്കെ വരച്ച് ഓരോന്നിനെ കൊടുത്ത് പെയറൊക്കെ ചെയ്തതിന് ശേഷം ഒറ്റയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. എന്നിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് അറിഞ്ഞാലേ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ടൈറ്റാനിയം 2+ന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര? അപ്പോൾ ആദ്യം ടൈറ്റാനിയം 2+, 22ാമത്തെ ആളാണ്. ആർഗൺ 18, 4s2 3d2 ആകുമ്പോൾ 2 എണ്ണം പോയി. അപ്പോൾ Dയിൽ 2 എണ്ണം. Dയിലെ പെട്ടി വരയ്ക്കുന്നു. 1, 2, 3, 4, 5. 1, 2, 2 എണ്ണം. അൺപെയർഡ് ആണ്. അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. എന്ത് ഇക്വേഷൻ? √n × n+2 ബോർ മാഗ്നറ്റോ. ഇത് യൂണിറ്റ് ആണ്. n ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് n. ഒറ്റയ്ക്ക് 2 എണ്ണം ഉണ്ട്. √2 × 2+2. 2+2 4, 4 × 2 √8 ബോർ മാഗ്നറ്റോ. ഇത്ര എഴുതി വെച്ചാൽ മതി. സിങ്ക് എല്ലാവരും പെയറാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും പെയറാണ്. അപ്പോൾ എന്താ? ഡയാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എത്ര? 0. ചെയ്തിട്ടുണ്ട് നോട്ടിനകത്ത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡി ബ്ലോക്കിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതും കൂടെ നോക്കി വെച്ചേക്കുക. ഡി ബ്ലോക്കിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഓക്കെ. പിന്നെ ചോദിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അയണൈസേഷൻ എനർജി. നോട്ട്സിലുണ്ട്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ആദ്യം കൂടും, നടുക്ക് വരെ കൂടും, പിന്നെ കുറയും. കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നടുക്ക് വരെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടും, പിന്നെ കുറയും. നോട്ടിലുണ്ട്. അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിയുടെ കേസിൽ ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആണെങ്കിൽ അയണൈസേഷൻ കൂടും. അതായത് ഡിയിൽ മൊത്തം 10 എണ്ണം കൂടും. 5 എണ്ണമോ 10 എണ്ണമോ ആണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ഡി ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഡി ബ്ലോക്കിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതെല്ലാം നോക്കിയിട്ടേ നിങ്ങൾ പോവാം. ഡി ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടേ പോവാം. പിന്നെ വരുന്നതാണ് നമ്മുടെ എഫ് ബ്ലോക്ക്.
ഇതിനകത്ത് മറ്റേ നമ്മുടെ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സും പിന്നെ അതേ കണക്ക് തന്നെ അലോയ്സും കൂടെ നോക്കിയിട്ട് പോണേ. അലോയ്സിന് 2-3 എക്സാമ്പിളും ആ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സും കൂടെ നോക്കിയിട്ട് പോണേ. ഡി ആൻഡ് എഫ് നിന്ന്. എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലാന്തനൈഡ് കോൺട്രാക്ഷനും കോൺസിക്വൻസും. എ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈഡ്സ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം ഈസ് കാൾഡ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ്, ലാന്തനൈഡ് കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈഡ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം. ലെന്താനം ടു ലുട്ടീഷ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാന്തനൈഡ്സിൻ്റെ സൈസ് റെഗുലറായിട്ട് കുറയും. അതിൻ്റെ കോൺസിക്വൻസ് ഓർമ്മയുണ്ടോ? സപ്പറേഷൻ ഡിഫിക്കൽട്ടാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ച സപ്പറേഷൻ ഡിഫിക്കൽട്ടാണ്. രണ്ടാമത്തത് ലെന്താനം ടു ലുട്ടീഷ്യം ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് കുറയും. തേർഡ് 4D ആൻഡ് 5 ഓൾമോസ്റ്റ് സിമിലർ സൈസ് വരും. അങ്ങനെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടത് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും തമ്മിലുള്ള 4 ഡിഫറൻസ്. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും തമ്മിലുള്ള ലാന്തനൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 4Fലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ഇവിടെ 5Fലാണ്. ലാന്തനൈഡ്സിൽ എക്സൈറ്റ് പ്രൊമിത്തിയം ആളദേഴ്സ് ആൻഡ് നോൺ റേഡിയോ ആക്റ്റീവ്, ഇവിടെ എല്ലാവരും റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിനകത്ത് കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 ആണ്. +2 കൂടാ +3 ആണ്. എഫ് ബ്ലോക്കിൻ്റെ കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3 ആണ്. ഡി ബ്ലോക്കിൻ്റെത് +2, എഫ് ബ്ലോക്കിൻ്റെത് +3. ഇവിടെ +3 കൂടാതെ +2ഉം +4ഉം ഉണ്ട്. ഇവിടെ +3 കൂടാതെ +2, +4, +5, +6, +7 ഉണ്ട്. പിന്നെ ഇവിടുത്തെ +2 കാണിക്കുന്ന 2 പേരെ ഇറക്കിയ ഇയുവും YBയും കേട്ടോ. +4 കാണിക്കുന്നത് ND, PY അങ്ങനെയുള്ള ആൾക്കാർ. ഓരോ എക്സാമ്പിൾ കൂടെ പഠിച്ചത് നോട്ടിനകത്തുണ്ട്. +2ഉം +4ഉം ആണ്. +3 കൂടാതെ ഇവർ കാണിക്കുന്നത്. ഇവർ +2 കാണിക്കാറുണ്ട്, +4 കാണിക്കാറുണ്ട്, +5 കാണിക്കാറുണ്ട്, +6, +7 ഇതൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് അതിനൊന്നും എക്സാമ്പിൾ പഠിച്ചു വെക്കണ്ട. +2ൻ്റെയും +4ൻ്റെയും ലാന്തനൈഡ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് അത് നോട്ടിനകത്തുണ്ട്. ലാന്തനൈഡും ആക്ടിനൈഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ പഠിക്കേണ്ടത് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ്. ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എന്താ? ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടത് നമ്മുടെ യുറേനിയം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സ് മിക്കതും മാൻ മെയ്ഡ് ആണ്. നമ്മുടെ എഫ് ബ്ലോക്കിൽ ആക്ടിനൈഡ്സ് ലാന്തനൈഡ്സിലല്ല, നമ്മുടെ യുറേനിയം, അതായത് നമ്മളുടെ ആക്ടീനിയം, തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, അതായത് നമ്മുടെ ആക്ടിനൈഡ്സിൽ യുറേനിയം കഴിഞ്ഞിട്ട് വരുന്ന മിക്ക എലമെൻറ്റ്സും മാൻ മെയ്ഡ് ആണ്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ്. ഇത്രയുമാണ് നമുക്ക് എഫ് ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊന്നും ചോദിക്കാറില്ല. ലാന്തനൈഡ് കോൺട്രാക്ഷൻ കോൺസിക്വൻസ് തന്നെ 3 മാർക്കിനുള്ളതുണ്ട്. പിന്നെ ഡിഫറൻസോ അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കോമൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താണ് എഫ് ബ്ലോക്കിൻ്റെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇത്രയുമാണ് ലാന്തനൈഡ്സിലും ആക്ടിനൈഡ്സും അതായത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് എടുക്കുക, പഠിക്കുക, വിട്ടേക്കുക. ബാക്കി കാര്യമൊന്നുമില്ല. 7-8 മാർക്കിനുണ്ട് നമ്മുടെ 6-7 മാർക്കിനുണ്ട് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഇത്രയും പഠിച്ചിട്ട് പോവാം, 7 മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ.